ഉരുകിത്തിളച്ച് കരകളെ തൊട്ടു പൊള്ളിച്ചു വരുന്ന ഒരു സൗന്ദര്യപ്രവാഹം. KR മീരയുടെ ആ മരത്തെയും മറന്നു ഞാൻ എന്ന നോവലിലെ M. മുകുന്ദൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കഥാസാഹിത്യത്തിൻ്റെ യൗവനമാണ് മീരയുടെ കഥകൾ. യൗവനത്തിൻ്റെ കൂസലില്ലായ്മയും ധിക്കാരവും എല്ലാം മീരയുടെ ഈ കഥയ്ക്കുണ്ട്. കഥയിലെ രാധിക എന്ന സ്ത്രീ കഥാപാത്രം സമൂഹത്തിൻ്റെ മുഴുവൻ ആദിയായി മാറുന്ന ഒരു മികവുറ്റ കഥാപാത്രമാണ്. അച്ഛൻ ഒരിക്കൽ രാധികയെ വഴിയിൽ മറന്നു, അവൾക്കന്ന് 10 വയസ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് രാധികയുടെ ദുഃഖഗാഥ ആരംഭിക്കുന്നത്. സ്വന്തം അച്ഛൻ്റെ കാമഭ്രാന്തിന് കാവൽ നിന്ന അവൾക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. ചെറുപ്രായത്തിൽ തന്നെ മുറിവേൽപ്പിക്കപ്പെടുന്ന പെൺജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ അധ്യായങ്ങളാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കാണുന്നത്. ഈ നോവലിൽ അസാധാരണമായ ഒരു കഥാപാത്രമുണ്ട്: രാധികയുടെ കാമുകനായ ക്രിസ്റ്റി ഐസക്. നോവലിസ്റ്റും കഥാകൃത്തുമായ ക്രിസ്റ്റി നീണ്ട 16 വർഷത്തിന് ശേഷം രാധികയെ കാണാനെത്തുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ മലയാള നോവലിൽ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഷാ ഘടനയിലൂടെ ഈ കൃതി നിലനിൽക്കുന്നു. ഇന്നത്തെ സ്ത്രീയുടെ അവസ്ഥകളെ ഫെമിനിസത്തിൻ്റെ അതിരുകൾക്ക് അപ്പുറം കൊണ്ടുപോയി ആവിഷ്കരിക്കുന്നു എന്നത് ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നിരാലംബയും പീഡിതയുമായ സ്ത്രീ എല്ലാ സൈദ്ധാന്തികങ്ങൾക്കും അപ്പുറമാണ്. മനസ്സിൻ്റെ നേർവരമ്പുകളിൽ സ്വയം നഷ്ടമാവുന്ന ചില ജീവിതങ്ങൾ ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത നിലയില്ല കയങ്ങളിലേക്ക് വീണുടയുമ്പോൾ രാധികയും ക്രിസ്സുമൊക്കെ ഒരു തീരാ നോവായി അനുവാചകന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. പ്രമേയത്തിൻ്റെ സത്യസന്ധതയും ഭാവനയുടെ സാന്ദ്രതയും ബിംബങ്ങളുടെയും ധ്വനികളുടെയും സമൃദ്ധിയുമാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.